ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. റെയിൽവേ എക്സാംസിന് വേണ്ടി നമ്മൾ യൂട്യൂബിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയറിൻ്റെയും അതുപോലെ NTPCയുടെ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ നമ്മുടെ ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. NTPCയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ ആ രണ്ട് എക്സാംസിന് വേണ്ടി അല്ലെങ്കിൽ റെയിൽവേ എക്സാംസിന് വേണ്ടിയുള്ള മാത്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ ആദ്യത്തെ ക്ലാസ് ആണ്. നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക്കിലെ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് അതിൻ്റെ ഓരോ കൺസെപ്റ്റുകൾ നന്നായിട്ട് അറിഞ്ഞ് എങ്ങനെ നമുക്ക് എൻ്റെ ഡീപ്പ് വഴിയിലും അതുപോലെ ഏറ്റവും സിമ്പിളായിട്ട് പേന എടുക്കാതെ തന്നെ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മിക്സഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കൺസെപ്റ്റ് ആണ് വേണ്ടുന്നതെങ്കിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സുകൾ മുതൽ അത് മാറ്റാവുന്നതാണ്. പിന്നെ നമ്മൾ ഒരു തുടക്ക ക്ലാസ് പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റെയിൽവേക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ലെവലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഇത് നമ്മുടെ ഓൺലൈൻ കോഴ്സസിൻ്റെ അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്കത് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാവുന്നതാണ്. ക്ലാസ്സുകളൊക്കെ കണ്ട് എല്ലാ എക്സാംസിന് വേണ്ടിയുള്ള റെയിൽവേയുടെയൊക്കെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളും ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാമിൻ്റെ ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ്. അത് നോക്കി പഠിക്കാവുന്നതാണ്. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾക്കിത് കാണാവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റെയിൽവേയുടെ മാത്സ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കുന്ന രണ്ട് ക്ലാസ്സുകളുണ്ട്. ഒന്നാമത്തെ ക്ലാസ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറയുന്ന ക്ലാസ്. സ്പീഡ് മാത്സ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. അത് ഡെയിലി നിങ്ങൾ മുടങ്ങാതെ എഴുതുക, ജോലി കിട്ടുന്നവരെ എഴുതുക. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും മതി. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. നിങ്ങളുടെ മാത്സിൽ, നിങ്ങളുടെ കാൽക്കുലേഷനിൽ വലിയ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ വീഡിയോ ഇൻട്രൊഡക്ഷൻ ടു CHSL എന്ന് പറയുന്നൊരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ് ഉണ്ട്. ഡിജിറ്റൽ സം ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസ് കിട്ടും. അതും മസ്റ്റായിട്ടും കണ്ട് ഇന്ന് തന്നെ ഇത് കാണുന്നവർ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് കണ്ട് നോട്ട് എഴുതി വെച്ച് അത് ഡെയിലി എഴുതുക. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. നമ്മളുടെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, SSC GD 2022ൻ്റെ പ്ലേലിസ്റ്റിലെ മാത്സിൻ്റെ ഒരു 17 ക്ലാസ് ഉണ്ട്. മാത്സിൻ്റെ 17 ക്ലാസ് ഉണ്ട്, 17 ക്ലാസ്. അത് ആദ്യത്തെ ക്ലാസ് മുതൽ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കാണുക. അപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഇതുവരെ നിങ്ങൾ പഠിച്ചതിലും, അല്ലെങ്കിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ വളരെ നല്ലത്. ഇതുവരെ നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണ് നിങ്ങളുടെ അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നുള്ള വ്യത്യാസവും അതുപോലെ നിങ്ങളുടെ മാത്സിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങൾക്ക് ഈ ഒരു 3 ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ. 3 ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുണ്ട്, ഇതിനകത്ത് 17 ക്ലാസ് ഉണ്ട്. അരിത്തമെറ്റിക്കിൻ്റെ ബേസ് മുതൽ, നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് മുതൽ നമ്മുടെ അരിത്തമെറ്റിക്കിൻ്റെ ചാപ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. അഡ്വാൻസ് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിക്കാം. ബാക്കി ഈ ക്ലാസ്സുകളിലൂടെ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഇത് കാണും എന്ന് വിശ്വസിക്കുന്നു. SSC GD 2022 പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെടുത്തിട്ട് അതിനകത്ത് 100ഓളം വീഡിയോസ് ഉണ്ട്. അതിൽ മാത്സിൻ്റെ 17 ക്ലാസ്സസ് മസ്റ്റായിട്ട് നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ എന്താവും, നമ്മൾ തമ്മിലുള്ള ഒരു സിങ്ക്. ഇപ്പോൾ ഏതൊരു ടീച്ചർ പുതുതായിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ എന്ത് കാണത്തില്ല, ആ ഒരു സിങ്ക് കാണത്തില്ല. അത് ആദ്യത്തെ ഒരു 5-6 ക്ലാസ് നിങ്ങൾ ക്ഷമയോടെ പഠിച്ചു കഴിയുമ്പോഴേ എന്താവത്തുള്ളൂ, രണ്ടും കൂടെ സിങ്ക് ആവത്തുള്ളൂ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാക്കി നല്ല അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് വേറെ എവിടെ ചെയ്യുന്നതിനേക്കാളും അടിപൊളി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി, നമ്മൾ ചുമ്മാ കയറി ഷോർട്ട് കട്ട് ഉപയോഗിക്കുകയല്ല. അത് ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് ക്ഷമയോടെ കാണുക, കുറച്ച് ക്ലാസ്സുകൾ ഒന്ന് കാണുക, കണ്ട് ആദ്യമൊക്കെ ചിലപ്പം പുതിയ കാര്യങ്ങൾ എപ്പോഴും ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമുക്ക് പ്രയാസമായിരിക്കും. ഇനി അത് എന്ത് ചെറിയ കാര്യമായാലും. ഇപ്പോൾ മാത്സിൻ്റെ എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് സ്പീഡിൽ ചെയ്യേണ്ട ക്ലാസ്സുകളാണ്. അതായത് നമ്മൾ എക്സാമിന് എങ്ങനെ ചെയ്യണം, നമ്മൾ വെറുതെ ബേസിക് ആയിട്ട് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അവിടെ പോയി എക്സാമിന് എങ്ങനെ നമുക്കത് ക്ലിയർ ചെയ്യണം എന്നുള്ള രീതിയിൽ പഠിക്കുമ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുറേ പേർക്ക് എന്താവുന്നത്, സ്പീഡായിട്ട് തോന്നുന്നത്. അതൊന്നുമില്ല, നിങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾ ആ സ്പീഡിൻ്റെ ഒരു പ്രശ്നം മാറും. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുമ്പേ
ഈ ക്ലാസ്സിൽ 3 കാണുക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ആരെങ്കിലും ഇപ്പോൾ 15 ഗുണം 27 ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ 7 5 35 3 ശിഷ്ടം 3 7 3 10 2 5 10 0 ശിഷ്ടം 1 2 1 3 ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ JEE ജൂനിയർ എഞ്ചിനീയർ ഒക്കെ എക്സാമിന് പഠിക്കാൻ വരുന്നവർ ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ ആയിരിക്കും ചെയ്തു വരുന്നത്. ഇത് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. മൾട്ടിപ്ലിക്കേഷൻ സിംഗിൾ സ്റ്റെപ്പിൽ അല്ലെങ്കിൽ അതായത് സിംഗിൾ ലൈനിൽ ചെയ്യണം. അതെങ്ങനെ ചെയ്യുന്നത്? 15 ഗുണം 17 15 ഗുണം 27. നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ഡെയിലി എഴുതണം. എങ്കിലേ കാൽക്കുലേഷനൊക്കെ സ്പീഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പറയുന്ന സ്പീഡിലൊക്കെ ചെയ്യണമെങ്കിൽ, കാൽക്കുലേഷൻ സ്പീഡ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റും. അപ്പം ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടേ? ചെറിയ നമ്പർ എടുക്കുക, 15നെ ഫസ്റ്റ് ഇതിൻ്റെ യൂണിറ്റ് വലിയ നമ്പറിൻ്റെ യൂണിറ്റ് ഇറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15 ഗുണം 7 105 ആണ്. 105ന് 5 മാത്രം എഴുതുക. എന്നിട്ട് ശിഷ്ടം എത്രയാണ്? 10 ആണ്. ഇനി അടുത്ത ഈ 15നെ എടുത്ത് അടുത്ത ഡിജിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം വലുതിൻ്റെ. 15 ഗുണം 2 30 30 10 40 405 എന്ത് ചെയ്യാം? ഒറ്റ ലൈനിൽ നിങ്ങൾക്ക് എഴുതാം. ഈ 2 സ്റ്റെപ്പ് എഴുതുന്ന 2 ലൈൻ എഴുതുന്ന സമയം എന്ത് ചെയ്യാം? നമുക്ക് ലാഭിക്കാം. ഡയറക്റ്റ് ഇങ്ങനെ എഴുതാൻ ശ്രമിക്കാം. എത്ര വലിയ ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കുന്നില്ല. അതൊക്കെ ഞാൻ ഈ ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ഡിവിഷൻ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് റെയിൽവേയുടെ ക്ലാസ് റെയിൽവേ എന്ന് എഴുതിയാൽ മാത്രമല്ല കാണാൻ പറ്റുന്നത്. നിങ്ങൾ SSCയുടെ ക്ലാസ്സുകൾ കണ്ടോളൂ. SSCയുടെ മാത്സിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് റെയിൽവേക്ക് 100% അത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഇത് റെയിൽവേ അല്ല എന്ന് പറഞ്ഞ് കാണാതിരിക്കേണ്ട. നിങ്ങൾക്ക് SSCയുടെ ക്ലാസ്സുകളും കാണാവുന്നതാണ്. അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെയിൽവേയുടെ പ്രാക്ടീസ് ചെയ്യുക എന്നത് മാത്രമാണ് എന്തുള്ളത് വ്യത്യാസമുള്ളത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇനി ഡിവിഷൻ ചെയ്യുന്നത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ ഡീപ്പായിട്ട് പറയുന്നില്ല. ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇപ്പോൾ 47 38 4 ഇതിനെ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഇങ്ങനെ 4 1 4 പിന്നെ 7 4 1 ബാക്കി 3 ഇവിടെ ഡിഫറൻസ് 4 43 4 എത്ര 10 അല്ല 4 4 1 പിന്നെ 4 എഴുതി പിന്നെ 3 എഴുതി അങ്ങനെ എഴുതി ചെയ്യുന്നവരാണെങ്കിൽ എന്ത് വേണ്ട, ഇനി അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ഒരു ലൈനിൽ ഇപ്പം 47 384 ഡിവൈഡഡ് ബൈ 4 ചോദിച്ചിട്ടുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഒറ്റ ലൈനിൽ എഴുതി തീർക്കുന്ന രീതിയിൽ ഡിവിഷൻ ചെയ്യണം. അപ്പോൾ ഇത് മസ്റ്റാണ് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ്. അപ്പോൾ 4നെ ഫസ്റ്റ് നമ്പർ എടുത്തു. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും 1 വരും. അപ്പോൾ ഇത് പോയില്ലെങ്കിൽ നമ്മൾ അടുത്ത നമ്പർ എടുക്കും. ഇനി ഏതാ ഉള്ളത്? 4 കഴിഞ്ഞു. 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വട്ടം പോകും. ശിഷ്ടം എത്ര വരും? 3 വരും. ആ 3 ഇവിടെ വന്നു 3. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 3ഉം അടുത്ത 3ഉമായിട്ട് ചേർത്ത് വായിക്കണം. 33 എത്ര വട്ടം? 4 എത്ര വട്ടം ഉണ്ട്? 8 വട്ടം. 33 8 വട്ടം. അങ്ങനെ ചെയ്യണം കേട്ടോ. അത് നോക്കണം. 33 8 വട്ടം. ബാക്കി ശിഷ്ടം 1 വരും. അടുത്ത 18 1 8 18 ബൈ 4 വട്ടം വരും. പിന്നെ ശിഷ്ടം 2 വന്നു. 24 ബൈ 4 എത്ര വട്ടം? 6. അതായത് 118 11846 ഇതിൻ്റെ ആൻസർ. ഇത് ഒറ്റ ലൈനിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്ലാസ് ഡിജിറ്റൽ സമ്മിൻ്റെ ക്ലാസ്സിൽ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യവും ഡിവിഷൻ്റെ കാര്യവും പറയുന്നുണ്ട്. ഇനിഷ്യൽ ക്ലാസ് ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ സാധാരണ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് നല്ല രീതിയിൽ എല്ലാവരും കാണും. പിന്നെ ഇതിൻ്റെ വ്യൂസ് കുറയും. എൻ്റെ അർത്ഥം പഠിക്കുന്നവരുടെ എണ്ണം അത്രത്തോളം കുറവാണെന്നാണ്. സീരിയസ് ആയിട്ട് പഠിക്കുന്നവരുടെ എണ്ണം അത്രത്തോളം കുറവാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതെന്ത് ചെയ്യുക? ഇത് മസ്റ്റായിട്ടും കണ്ട് സെറ്റാക്കുക. നിങ്ങളുടെ ഇൻട്രസ്റ്റും മാത്സിനോടുള്ള ഇൻട്രസ്റ്റും കൂടും. നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഈ ഡിവിഷൻ ചെയ്യുന്നതൊക്കെ സ്വന്തമായിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് കുറേ ഇതിനകത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇതേപോലെ ചെയ്യിപ്പിക്കുന്നത്. അത് ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം പ്രയാസമായിരിക്കും. അത് എത്ര അടിപൊളി മെത്തേഡാണെന്ന് പറഞ്ഞാലും ആദ്യം പുതിയൊരു കാര്യം വരുമ്പോൾ അത് പ്രയാസമായിരിക്കും. പക്ഷേ പതിയെ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഓക്കെ. യെസ്. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പല ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ബേസ് അറിയില്ല എന്നൊന്നും പറഞ്ഞ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളും കൂടെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ആ DDയുടെ ക്ലാസ് കാണുമ്പോൾ കുറച്ച് അധികം ബേസ് നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളും കേട്ടോ. യെസ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. The population of a town is 8,000. If men are increased by 8% and women by 12%, then the population will be ഇത്ര. Find the number of women in the town. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം. പല രീതിയിൽ ഒരു ടീം അലിഗേഷൻ വെച്ച് ചെയ്യും, അല്ലാതെ എഴുതി ചെയ്യും, പേന എടുക്കാതെയും ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഒരു ടൈം ബൗണ്ട് ആയിട്ടുള്ള എക്സാമാണ്. ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു എക്സാമിൽ നിങ്ങൾ അതിന് ഏറ്റവും കുറച്ച് സമയത്ത് നിങ്ങൾ ശരി ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കാനും മുഴുവൻ ക്വസ്റ്റ്യൻ കണ്ടു തീർക്കാനും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനും നിങ്ങളത് സഹായിക്കും. പക്ഷെ പേന എടുക്കാതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കാര്യങ്ങൾ നന്നായിട്ട് അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ.
നല്ല ബേസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എനിക്ക് പേന എടുക്കുക ചെയ്യാം. പേന എടുക്കുക ചെയ്യുന്നത് ഞാനൊന്ന് പറഞ്ഞുതരാം, സ്പീഡിലൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ 64, 6400, 2000, 2280, 4, 228, 57, സോറി 8, 640, 480, 480, 4, 12, 1200. യെസ്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഓക്കെ ഓക്കെ ഈ വഴി ചെയ്യാം. ഓക്കെ, മെന്നിൻ്റെ 8% കൂടി, വുമണ് 12%. ഇപ്പൊ രണ്ടുപേരും 8% കൂടിയെങ്കിൽ 640 കൂടിയാണ്. എത്ര കൂടിയത്? 680 കൂടി. അപ്പൊ 40 എക്സ്ട്രാ കൂടിയത്. 40 എന്ന് പറഞ്ഞാൽ വുമന്റെ 4%, നമ്പർ ഓഫ് വുമൺ എന്ന് പറഞ്ഞാൽ 100%, 1000. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. ഒരു പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. പെർസെൻറ്റേജ് എന്താണെന്ന് ആ ഒരു ജി ഡിയുടെ ക്ലാസ്സിൽ പെർസെൻറ്റേജിന്റെ ക്ലാസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണുക. അതിൽ പെർസെൻറ്റേജിന്റെ ക്ലാസ് ഉണ്ട്. പെർസെൻറ്റേജ് ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ 1 മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ട്. പെർസെൻറ്റേജിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബേസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഒരു സ്ഥലത്തെ പോപ്പുലേഷൻ ജനസംഖ്യ എത്ര ഉണ്ടായിരുന്നു? 8000 ഉണ്ടായിരുന്നു. അതിനകത്ത് ആണുങ്ങൾ എത്ര ഇൻക്രീസ് ചെയ്തു? 8% ഇൻക്രീസ് ചെയ്തു. വിമൺ എത്ര ഇൻക്രീസ് ചെയ്തു? 12% ഇൻക്രീസ് ചെയ്തു. പോപ്പുലേഷൻ എത്രയായി? 8680 ആയി. അതായത് 8000 എന്നുള്ളത് 680 കൂടി 8680 ആയി. അപ്പം നമുക്ക് ടോട്ടൽ കൂടി എത്ര ഇവിടെ? 680. അപ്പൊ ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. ആദ്യമേ ഒരിക്കലും നിങ്ങൾക്ക് സ്പീഡിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റത്തില്ല. പുതുതായിട്ട് വരുന്നവരാണ് പറയുന്നത്, സ്പീഡിൽ പെൻ എടുക്കാൻ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമേ നിങ്ങൾ ആ ഒരു പ്രോസസ്, ഇപ്പോൾ ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നത് അതെന്താണ്? നിങ്ങളുടെ മാത്സിനെ സ്ട്രോങ് ആക്കുകയാണ്, അല്ലെങ്കിൽ നമ്പേഴ്സുമായിട്ടുള്ള റിലേഷനെ സ്ട്രോങ് ആക്കുകയാണ്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ സ്പീഡ് ചെയ്യണം. പിന്നെ സ്പീഡ് എന്ന് പറഞ്ഞാൽ വേദിക് മാത്സ് ഒന്നുമല്ല, അത് പഠിക്കേണ്ട ആവശ്യമില്ല. വേദിക് മാത്സ് നമ്മുടെ എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. റീറ്റസം, അപ്രോക്സിമേഷൻ, യൂണിറ്റ്, അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പഠിപ്പിച്ചോളാം, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് വേണം. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ ആ ബേസ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ 680 കൂടിയത്, 680 കൂടി. അപ്പോൾ ഇവിടെ നോക്ക്, മെൻ 8% കൂടുന്നു, ഇനി വുമൺ 12% കൂടുന്നു. അപ്പോൾ വുമണ്ണും 8% കൂടുന്നതെന്ന് വെച്ചോ, 8% കൂടുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ ഒരു സാധനം 8,000 ടോട്ടൽ. ഇതാണ് ടോട്ടൽ. ടോട്ടൽ എന്ന് പറഞ്ഞാൽ മെന്നും വുമനോട് ചേർന്നിട്ടാണ്. 8,000 നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 8% മെന്നും കൂടി, അതേപോലെ 8% വുമണും കൂടി. അപ്പോൾ 8% നമ്മൾ കോമൺ എടുത്താൽ 8% കോമൺ എടുത്തു. മെൻ പ്ലസ് വുമൺ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. എത്ര കൂടും? 8% മെന്നും 8% വുമണുമാണ് കൂടുന്നതെങ്കിൽ മെന്നിന്റെ 8%, വുമന്റെ 8%. ബേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അറിഞ്ഞെങ്കിലേ ഇത് പറ്റത്തുള്ളൂ. പെർസെൻറ്റേജിന്റെ ബേസിക് ക്ലാസ് SSCGD പ്ലേലിസ്റ്റിൽ കാണുക. SSCGD പ്ലേലിസ്റ്റ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ദിശ അക്കാഡമി സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 8% ഓഫ് ടോട്ടൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. അപ്പോൾ 8% ഓഫ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 8,000 ആണ്. അപ്പോൾ 8,000ന്റെ 8% ആയിരുന്നു കൂടേണ്ടത്. രണ്ടുപേരും 8% വെച്ചാണ് കൂടിയിരുന്നത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ 8,000ന്റെ 8% എത്രയാണ്? 8,000ന്റെ 10% 800 ആണ്, 1% 80 ആണ്. ഇതൊക്കെ പെർസെൻറ്റേജിന്റെ ബേസ് ആണ്. പെർസെൻറ്റേജിന്റെ ബേസിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ 80 ആണ് 1%. അങ്ങനെ 8% എന്ന് പറഞ്ഞാൽ 80 ഗുണം 8 ആണ്. 80 ഗുണം 8 640 ആണ്. 8 64. അങ്ങനെ 640 ആയിരുന്നു എന്ത് ചെയ്യേണ്ടത്? കൂടേണ്ടത്. രണ്ടും 8% വെച്ചായിരുന്നു കൂടിയിരുന്ന് എന്നുണ്ടെങ്കിൽ 640 ആയിരുന്നു കൂടേണ്ടത്. പക്ഷെ ഒറിജിനലായിട്ട് എത്ര കൂടിയേ? 680 ആയി. എക്സ്ട്രാ എത്ര കൂടി? നമ്മൾ എടുത്തതിനേക്കാളും 40 കൂടുതലാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ 40 കൂടുതൽ വന്നത്? നമ്മൾ രണ്ട് സാധനവും 8% എടുത്തത്. 2 സാധനം 8% എടുത്തപ്പോൾ കൂടേണ്ട എത്ര ആയിരുന്നു? ടോട്ടലിന്റെ 8% ആയിരുന്നു, 640 ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ 680 കൂടിയത്? നമ്മൾ ഇവിടെ വുമൺ എന്ത് എഴുതില്ല? 4% എടുത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വുമണിന്റെ 4% കൂടെ കൂടിയിരുന്നെങ്കിൽ ടോട്ടലിൽ 40 കൂടിയാണ്. അതിന്റെ അർത്ഥം എന്താ? വുമണിന്റെ 4% ഓഫ് വുമൺ ആണ്, 4% ഓഫ് വുമൺ ആണ് എത്ര എന്ന് പറയുന്നത്? 40 എന്ന് പറയുന്നത്. നമുക്ക് ആരാ ചോദിക്കുന്നത്? ഫൈൻഡ് ദ നമ്പർ ഓഫ് വുമൺ. നമ്പർ ഓഫ് വുമൺ എന്ന് പറഞ്ഞാൽ വുമണിന്റെ 100%. അപ്പം വുമണിന്റെ 100% എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവാത്തവർ, ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവത്തില്ല. അത് ഒരു സാധനം അതിന്റെ 100% ആണ്. അത് പെർസെൻറ്റേജിന്റെ ബേസിക് ക്ലാസ്, പെർസെൻറ്റേജ് ദിശ അക്കാഡമിന്ന് സെർച്ച് ചെയ്യുക കേട്ടോ. പെർസെൻറ്റേജിന്റെ ബേസിക് ക്ലാസ് മസ്റ്റ് ആയിട്ടും കാണണം, അത് മനസ്സിലാവാത്തവർ. അപ്പം വുമണിന്റെ 100%, വുമൺ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ 100%, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 100%. ഈ പേന എന്ന് പറഞ്ഞാൽ ഈ പേനയുടെ 100%. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 100% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1 ആണ്.
ഫ്രാക്ഷനിൽ. അപ്പോൾ നമുക്ക് 100% ഓഫ് വുമൺ വേണം. ശതമാനം ഓഫ് വുമൺ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. 4ഉം 40 കൂടെ 1 വന്നു 10 വന്നു 10 കഴിഞ്ഞിട്ട് 2 0 നമുക്ക് എന്ത് കിട്ടും? 1000 വുമൻ്റെ. ഓക്കെ, ഇനി മെന്നിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്നെല്ലാം കണ്ടുപിടിക്കാം. 8000 ടോട്ടൽ ഉണ്ട്. മെന്നെന്ന് പറഞ്ഞാൽ 8000ൽ നിന്ന് 1000 കുറച്ച് മെൻ എത്ര ആയിരിക്കും? 7000 ആയിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഇനി ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്ന് ഇതിന്റെ പേന എടുക്കാതെ തന്നെ കുറേ സ്റ്റെപ്പുകൾ നമുക്ക് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാമോ അത്രത്തോളം നിങ്ങൾ കട്ട് ഓഫ് കടക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെക്കായും മുന്നിൽ പോകുന്നു. എപ്പോഴും അതായിരിക്കണം ചിന്തിക്കേണ്ടത്. ഇവിടെ നോക്കൂ, 8%. ഇതെങ്ങനെ പേന എടുക്കാതെ ചെയ്തത്? 8% വെച്ചായിരുന്നു കൂടിയിരുന്ന എന്നുണ്ടെങ്കിൽ 640 കൂടിയേനെ. 680 കൂടിയത്. 40 അധികം കൂടി. 40 എന്ന് പറഞ്ഞാൽ വുമന്റെ 4%. 40/4. 4ന്റെ വാല്യൂ ആണ് 40. 1ന്റെ വാല്യൂ 10 ആണ്. 100ന്റെ വാല്യൂ 10 × 100 1000. ഇതൊക്കെ മൈൻഡിൽ സ്പീഡിൽ വരണമെങ്കിൽ ഒരിക്കലും ആദ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാൾക്ക് പറ്റില്ല. ഡെയിലി ആ ഒരു മാത്സിന്റെ എക്സസൈസ് ചെയ്യുക. ഇതുമായിട്ട് എന്ത് ചെയ്യുക? കുറച്ച് നാള് ഒന്ന് സെറ്റ് ആവണം. അതായത് ആദ്യമേ ഒന്നും നമുക്ക് പറ്റത്തില്ല. നിങ്ങൾ തുടങ്ങുക. അതൊരു സമയം എത്തുമ്പോൾ നിങ്ങൾ ഈ ഒരു സ്പീഡിലോട്ട് നിങ്ങൾ വന്നു. ഈ ക്വസ്റ്റിന് ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യം ഫസ്റ്റായിട്ടും കാണും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്തൊരു വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞു NTPC ചോദിച്ച ക്വസ്റ്റ്യനാണ്. എ ക്ലാസ് ഓഫ് 50 ഗേൾസ് ആൻഡ് 70 ബോയ്സ് സ്പോൺസേർഡ് എ മ്യൂസിക്കൽ പ്രോഗ്രാം. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വായിക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യനിലെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വായിക്കണം അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 40% ഓഫ് ദ ഗേൾസ് ആൻഡ് 50% ഓഫ് ദ ബോയ്സ് അറ്റൻഡ്. ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ട്. 50 ഗേൾസും 70 ബോയ്സും ആണുള്ളത്. അപ്പോൾ ഗേൾസിൽ 40% അറ്റൻഡ് ചെയ്തു. ബോയ്സിൽ 70%, 50% അറ്റൻഡ് ചെയ്തു. 70 ബോയ്സിൽ 50% അറ്റൻഡ് ചെയ്തു. അപ്രോക്സിമേറ്റ്ലി വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ക്ലാസ് അറ്റൻഡഡ് ദ പ്രോഗ്രാം. ഇത് 2-3 രീതിയിൽ ചെയ്യാം. ഇത് സിമ്പിൾ ടേംസിൽ ചെയ്യാൻ പറഞ്ഞാൽ 50 ഗേൾസിന്റെ 40%, 50 ഗേൾസ് ഉണ്ട്, അതിൽ 40% അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്ക്, വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ക്ലാസ് അറ്റൻഡ് ദ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര പേര് അറ്റൻഡ് ചെയ്തു ഔട്ട് ഓഫ് ടോട്ടൽ, അതാണ് വേണ്ടത്. ഇതെനിക്ക് പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ഈ പേന എടുക്കാതെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 50ന്റെ 40% 20 ആണ്. 10% 5 ആണ്. 5 × 4 20. 70ന്റെ 50% 35 ആണ്. ടോട്ടൽ 55 പേര് എന്ത് ചെയ്തു? അറ്റൻഡ് ചെയ്തു. 120. 55/120 ആണ്. അതായത് 11/24 ആണ്. 11/24 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ആണ്. ഇപ്പോൾ 11/24. 11/24 എന്ന് പറയുമ്പോൾ ഏകദേശം 24ന്റെ പകുതി, 50% കുറവാണ്. ആ ഓപ്ഷൻ ഇങ്ങനെ കിടപ്പുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് എഴുതാം? 11/24 എന്ന് എഴുതാം. ഇതിന്റെ 50% 12 ആണ്. ജസ്റ്റ് 1 ആണ് കുറവ്. 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.24 × 4. ഇപ്പം 4, 44 ആ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, 44, 46 ആ റേഞ്ചിൽ വരും. 4% കുറവുള്ളൂ. ഓപ്ഷൻ ഡി നമുക്ക് കൊടുക്കാം. ഇത്ര എഴുതി തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇത് കിട്ടത്തില്ല. ഇവിടെ നോക്ക്, നമുക്ക് വേണ്ടത് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ദ ക്ലാസ് അറ്റൻഡഡ് ദ പ്രോഗ്രാം. അതായത് എത്ര പേര് അറ്റൻഡ് ചെയ്തു ഔട്ട് ഓഫ് ടോട്ടൽ. ടോട്ടലാണ് നമ്മുടെ ബേസ്. ടോട്ടലിൽ എത്ര പേര് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടലിൽ ഇത്രയാണെങ്കിൽ 100-ലെത്ര? 100%. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം 50 ഗേൾസ് ഉണ്ട്, അതിനകത്ത് 40%. 50ന്റെ 40% എന്ന് പറഞ്ഞാൽ 40% 2/5 ആണ്. ഇതൊക്കെ പെർസെൻറ്റേജ് നമ്മൾ പഠിക്കുന്നത്. ഇൻറ്റു 2/5 ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. ഇപ്പം 20 ഗേൾസ് എന്ത് ചെയ്തു? അറ്റൻഡ് ചെയ്തു. പ്ലസ് 50% ബോയ്സ്. ഇതിന്റെ 50% എന്ന് പറഞ്ഞാൽ ഇതിന്റെ പകുതിയാണ്. ഇത് 35 ബോയ്സ് ഇത് അറ്റൻഡ് ചെയ്തു. ഔട്ട് ഓഫ് ടോട്ടൽ എത്ര പേരാ? 50, 70, 120 പേര്. ഇപ്പൊ 120-ൽ എത്ര പേര് അറ്റൻഡ് ചെയ്തു? 55 പേര് അറ്റൻഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത് ഇൻറ്റു 100 വെച്ച് ചെയ്യാം നിങ്ങൾക്ക്. എന്നാൽ 100-ൽ എത്ര ചെയ്തു? അപ്പോൾ കുറേ സ്ഥലത്ത് നമുക്ക് പേന എടുക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ആയതുകൊണ്ട് വേറെ ഒരു ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് 20 വെച്ച് വെട്ടി 5ഉം ഇവിടെ 6ഉം വന്നു. 55 × 5 അങ്ങ് ചെയ്തു. 55 × 5 ചെയ്യുമ്പോൾ 275. 250, 25. 275/6 നമുക്ക് എന്ത് കിട്ടും? 4, 35-നകത്ത് ഏകദേശം 35 അല്ലെങ്കിൽ 36 ആയിരുന്നെങ്കിൽ ശിഷ്ടം 3 വന്നു. നേരത്തെ പറഞ്ഞ രീതി ഒറ്റ ലൈനിൽ ഡിവിഷൻ ചെയ്യും. അപ്പോൾ 35/6 എത്ര കിട്ടും? 6 കിട്ടും. അല്ലെങ്കിൽ 35/6, 36/6 6ആണ്. ഏകദേശം 46%. ഇവിടെ എന്തായിരിക്കും? ഈ ഒരു വഴി തന്നെ ആയിരിക്കും. 120-ൽ ഇത്രയാണെങ്കിൽ 100-ലെത്ര? അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്നവരോട് എനിക്ക് ദയവായിട്ട് പറയാനുള്ള കാര്യം ഈ 3 കാര്യം മസ്റ്റായിട്ട് നിങ്ങൾ കാണും. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങളുടെ മാത്സിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു പാത്തിൽ പഠിച്ച് പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അപ്പോൾ ഇത് വെയ്റ്റഡ് ആവറേജ് വെച്ചും ചെയ്യാം. വെയ്റ്റഡ് ആവറേജ് വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഗേൾസിന്റെ ബോയ്സിന്റെ റേഷ്യോ എടുക്കുക. അത് നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. 5, 7 അല്ലെങ്കിൽ 40% ഗേൾസ് ഇവിടെ അറ്റൻഡ് ചെയ്തു, 50% ഇവിടെ അറ്റൻഡ് ചെയ്തു. ടോട്ടൽ വെച്ചു. ടോട്ടൽ എന്ന് പറഞ്ഞാൽ
ഇതിന്റെ വെയിറ്റഡ് ആവറേജ് അല്ലെങ്കിൽ അലിഗേഷൻ എല്ലാം ചെയ്യാം. അലിഗേഷന്റെ ക്ലാസ്സിലെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ജസ്റ്റ് അലിഗേഷൻ ദിശ അക്കാഡമി സെർച്ച് ചെയ്താൽ ആ ക്ലാസ്സും കിട്ടും. അപ്പോൾ ഇവിടെ വെയിറ്റഡ് ആവറേജ് ആയിട്ടുള്ള ബന്ധം എല്ലാം പറയുന്നു. ടോട്ടൽ സം 5 × 40 200 7 × 50 350 350 200 550 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, അതായത് 12. 550/12 ആയിരിക്കും നമ്മുടെ ആൻസർ. വെയിറ്റഡ് ആവറേജ് 12 4 48 70 12 ഏകദേശം 6 12 6 72 ആണ്. ഇങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. ഇനിയാണ് നമ്മൾ വെയിറ്റഡ് ആവറേജ് എന്ന് പറയുന്നത്. അത് നമുക്ക് വെയിറ്റഡ് ആവറേജിന്റെ ക്ലാസ്സിൽ പഠിക്കാം. എന്ന് പറഞ്ഞാൽ വെയിറ്റ് നമ്മൾ ഇതിന്റെ റേഷ്യോ എഴുതുക, ആൾക്കാരുടെ എണ്ണത്തിന്റെ റേഷ്യോ എഴുതുക. മൊത്തം കാര്യങ്ങളോട് ഒരു ക്ലാസ്സിൽ നമുക്ക് അരമണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ഐഡിയ തരാനാണ് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുന്നത്. അടുത്ത ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ക്വസ്റ്റ്യൻ. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കൂ. ദ പ്രൈസ് ഓഫ് എ കാർ ഈസ് 6,25,000 അല്ലെങ്കിൽ 6,25,000. നിങ്ങൾ വായിച്ചെടുത്തതിന് കുഴപ്പമില്ല, ഇത്രയാണ്. ഇറ്റ് വാസ് ഇൻഷുർഡ് ഫോർ 80% ഓഫ് ഇറ്റ്സ് പ്രൈസ്. അപ്പൊ ഇതിന്റെ 80% ഇത് ഇൻഷുറൻസ് എടുത്തു. ദ കാർ വാസ് ഡാമേജ്ഡ് കംപ്ലീറ്റ്ലി ആൻഡ് ദ ഇൻഷുറൻസ് കമ്പനി പെയ്ഡ് 90% ഓഫ് ദ ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ എന്തിന്റെയാണ്? കാറിന്റെ പ്രൈസിന്റെ അല്ല, ഇൻഷുർ ചെയ്തത് ഇതിന്റെ 80%. അതിന്റെ 90% ആര് കൊടുത്തു? കമ്പനി കൊടുത്തു. വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് ദ കാർ ആൻഡ് ദ എമൗണ്ട് റിസീവ്ഡ്? ഇതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് കാൽക്കുലേഷൻ ലെവൽ നല്ല ഹൈ ആയിട്ടുള്ളവർക്ക് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കാൽക്കുലേഷൻ ലെവൽ എന്തുകൊണ്ട് ഹൈ ആവണം? ഇപ്പം ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചാണ്, എന്തിനാണ് ഈ സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ഡെയിലി എഴുതുന്നത്? കാൽക്കുലേഷൻ ഒരു നോർമൽ ലെവൽ പോരെ? ഞാനൊരു നോർമൽ സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് കാൽക്കുലേഷൻ നോർമൽ ലെവൽ പോരെ, എന്തിനാണ് ഇത്ര ഹൈ കാൽക്കുലേഷൻ്റെ ആവശ്യം? അപ്പോൾ ഹൈ കാൽക്കുലേഷൻ്റെ ആവശ്യം എന്താണെന്ന് ഞാനിപ്പോൾ ഈ ഒരു ക്വസ്റ്റിന് കാണിച്ചു തരാം. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഹൈ കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും, കൂടുതൽ ഇൻട്രസ്റ്റ് വരും, കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഈ നല്ല സ്പീഡ് ഉള്ളതിൻ്റെ ഉദ്ദേശം. നല്ല സ്പീഡാവാൻ നിങ്ങൾ അത് ഡെയിലി ചെയ്യുക മാത്രം ചെയ്താൽ മതി. ചിലർക്ക് 1 മാസം കൊണ്ട് സ്പീഡാവും, ചിലർക്ക് അത് 1 വർഷം എടുക്കും. എന്നാലും ആ പ്രോസസ്സ് ഫോളോ ചെയ്ത് പോകുക. നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരാൾ കഴിവുള്ള ഒരാൾ അല്ലെങ്കിൽ നന്നായിട്ട് ഇപ്പം ബിടെക് കഴിഞ്ഞെന്ന് പറഞ്ഞു, നിങ്ങൾ പറയുന്നു ബിടെക് കഴിഞ്ഞവർക്ക് നല്ല രീതിയിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അങ്ങനെയുള്ളവർ അത് ഉപയോഗിച്ചില്ലെങ്കിൽ, അവർ അത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാസത്തേക്ക് അവർ വർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പോകുന്നു. പക്ഷെ ഒരാൾ മാത്സ് വീക്കാണ്, അപ്പം അവരിത് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ജോലിയിലോട്ട് മറ്റവരേക്കായും വേഗത്തിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആയി പോകരുത്. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. അത് പ്രോസസ്സ് എന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നും ഈ ചാനൽ മാത്രം കണ്ടാൽ മതി. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മാത്രം പോയാൽ മതി. അപ്പോൾ ഇതിന്റെ ആൻസർ 6,25,000 ആണ് കാറിന്റെ വില. ഇത് കാൽക്കുലേഷൻ സ്പീഡുള്ള ഒരാൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ 80% ഇൻഷുർ ചെയ്തത്. അപ്പം 600 ഇതിന്റെ 80% എന്ന് പറഞ്ഞാൽ ഇതേ ഗുണം 8 ആണ്. 625 ഗുണം 8 എന്ന് പറഞ്ഞാൽ 50, 625 ഗുണം 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5,000 ആണ്. 5,000 അതൊക്കെ കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ പറ്റും. ഞാൻ പറഞ്ഞുതരാം. 5,000 20 അത് 5 ലക്ഷം രൂപയ്ക്കാണ് എന്ത് ചെയ്ത് ഇൻഷുർ ചെയ്ത് അതിന്റെ 90% കൊടുത്തോളൂ. 5 ലക്ഷത്തിന് 90% പറഞ്ഞാൽ 4 ലക്ഷമാണ്. അപ്പൊ 4 ലക്ഷം എന്ത് ചെയ്തുള്ളൂ അയാൾക്ക് കിട്ടിയുള്ളൂ. അപ്പൊ 4 ലക്ഷത്തിന്റെ 6,25,000 ഡിഫറൻസ് ആണ് വേണ്ടത്. 1,25,000 1,75,000. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? ഒരു പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരാൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിൽ അയാൾ അത് ഉപയോഗിച്ച് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണോ, അതോ ഇങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഇതിന്റെ ബേസിക് മെത്തേഡ് എന്താ പഠിപ്പിക്കുന്നത്? വേറെ ക്ലാസ്സിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്ങനെയായിരിക്കും ഈ മെത്തേഡ് പറയത്തില്ല. ഈ മെത്തേഡ് പറയാത്തതിന് കാരണം എന്താ? ഇതിനകത്ത് കാൽക്കുലേഷൻ ഉണ്ട്. ഇപ്പൊ ഇതിനും വലിയ കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് വരും. അത് പെൻ ഫ്രീ ആയിട്ട് പറ്റുമെങ്കിൽ അത് പെൻ ഫ്രീ ആയിട്ട് തന്നെ പറയും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ നിങ്ങൾക്ക് അവിടെ പോയിട്ട്, അല്ലാതെ ഇത് മാത്രം കുറച്ച് പേർക്ക് മാത്രം പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം, കുറച്ച് പേർക്ക് മാത്രം ബേസിക് ആയിട്ട് ചെയ്യാം, അങ്ങനെയല്ല. അത് നിങ്ങൾ പഠിക്കണം. എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് സ്പീഡായിട്ട് തോന്നും, കുറച്ച് മനസ്സിലാവാതെ വരും. അപ്പോൾ മനസ്സിലാവാതെ വരുന്നതിന് കാരണം ഈ ഒരു നിങ്ങൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഈ 3 ക്ലാസ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പണ്ടൊന്നും ഞാനിത് പറയത്തില്ലായിരുന്നു, ഇത് പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പീഡിന്റെ പ്രശ്നം ചേഞ്ച് ആവും. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാത്സ് എത്രത്തോളം ചേഞ്ച് ആവുന്നതെന്ന് നിങ്ങളിത് കണ്ടിട്ട് എൻ്റെ അടുത്ത് കമന്റ് ആയിട്ട് പറഞ്ഞാൽ അതിൽ ചേഞ്ച് ഉണ്ടാവും. ഇത് പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് അല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാ? 6,25,000 രൂപയായിരുന്നു ആ ഒരു പ്രൈസ്. അതിന്റെ 80% ഇൻഷുറൻസ് കിട്ടി. ഇതിന്റെ 80% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഞാൻ വേറെ 80/100 ഒന്നും എഴുതുന്നില്ല. അതൊക്കെ പഴയ മെത്തേഡാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും പഠിക്കരുത്. ഒരിക്കലും നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ ഞാനത് പറയുന്നുണ്ട് എന്താണ് സംഭവം എന്ന്. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ ഒരു വഴിയിലോട്ട് 80/100 ഇതിന്റെ 80/100 കിട്ടി. ഇതിന്റെ ഈ വിലയുടെ 90% എന്ത് ചെയ്തു? അത് പൈസ കൊടുത്തു. ഡാമേജ് ആയതുകൊണ്ട് പൈസ കൊടുത്തു. ഇതിന്റെ
ഈ വാല്യൂന്റെ 90/100. അപ്പൊ ഇത് കിട്ടും. ഇത് 2 0 ഈ 2 0 വെട്ടി ഈ 2 0 ഈ 2 0 വെട്ടി. ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യരുത്. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള സമയനഷ്ടം നിങ്ങൾ മനസ്സിലായി. ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്തു. ഇതിവിടെ ഇങ്ങനെ എഴുതി ഒരു വാല്യൂ കിട്ടി. അത് 4,50,000 എന്ന് കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യത്തില്ല. എത്ര ബേസിക് ലെവലാണെന്ന് പറഞ്ഞാൽ SSC GD ആയാൽ പോലും ഏത് എക്സാം ആയാലും ഞാൻ ഇത് പറയത്തില്ല. നിങ്ങൾക്കത് അതിന് കൈ എളുപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് എന്താ ചെയ്തേ? 6,25,000 ഉണ്ട്. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 6,25,000 625 2 0. അത് ഇൻറ്റു 8 ചെയ്യുക. ഇനി 625 ഗുണം 8 എന്ന് പറഞ്ഞാൽ 8 6 48 4800 25 8 200 ഇതൊക്കെ ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്താലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് 5000 കിട്ടും. 625 ഗുണം 8 5000 കിട്ടും. പിന്നെ 2 0 ഉണ്ട്. അതായത് 5 ലക്ഷം രൂപയാണ് 5 ലക്ഷം രൂപയാണ് ഇതിനെ ഇൻഷുർ ചെയ്തത്. ഇതിന്റെ 90% ആണ് കിട്ടിയത്. ഇതിന്റെ 90% എന്ന് പറഞ്ഞാൽ 10% 50,000 ആണ്. അതിന്റെ ഇൻറ്റു 9 ചെയ്യും. 50,000 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 9 45 4 0. അതായത് 4,50,000 4,50,000 രൂപയാണ് അയാൾക്ക് കിട്ടിയത്. വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് ദ കാർ ആൻഡ് എമൗണ്ട് റിസീവ്ഡ്? 6,25,000 4,50,000 തമ്മിലുള്ള ഡിഫറൻസ് ആണ് വേണ്ടത്. ഇത് ഇങ്ങനെ എഴുതി 6,25,000 മൈനസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, സെൽഫ് ചെക്ക് ചെയ്യുക, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. 4,50,000 എന്നിട്ട് ഡിഫറൻസ് എടുത്ത് 0 മൊത്തം എഴുതി 3 0 എഴുതി 5 0 പോയി 5 12 5 പോയി 7 5 4 പോയി 1 ഇങ്ങനെ എഴുതി 2 വര വരച്ച് ഇങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട്. ഇത് ഒരു ക്വസ്റ്റ്യൻ പേന എടുക്കാതെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യന് ഇത്രയും സ്റ്റെപ്പുകൾ എഴുതി ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സെക്ഷനിലാണോ വരുന്നത് അതോ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് മാത്രം ഒന്ന് സെൽഫ് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. അപ്പോൾ കാൽക്കുലേഷൻ സ്പീഡിന്റെ വ്യത്യാസം അല്ലെങ്കിൽ കാൽക്കുലേഷൻ സ്പീഡ് എന്തിനാണ് വേണ്ടത്, ഓപ്ഷൻ വഴി എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെല്ലാം നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഓഫ്ലൈൻ ക്ലാസ് അല്ല, ഓൺലൈൻ ക്ലാസ്സിൽ വേണ്ടത് ഡെഡിക്കേഷൻ ആയിട്ടുള്ള പഠനം മാത്രമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഓഫ്ലൈൻ ക്ലാസ്സിനേക്കാളും ഫാർ ബെറ്റർ ആണ്. പക്ഷേ അതെന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് പഠിക്കണം. ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ 1,75,000 എന്ത് ചെയ്യാം? നമുക്ക് പേന എടുക്കാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ 4 ലക്ഷവും 6,25,000 തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴേ ആൾക്കാർ നമുക്ക് ചില്ലറയൊക്കെ ബാക്കി വരുന്നത് അവർ മാത്സ് ഒന്നും വലുതായിട്ട് നിങ്ങളെപ്പോലെ പഠിച്ചിട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് 250 രൂപ കൊടുത്തു, നമുക്ക് 178 രൂപയുടെ സാധനമായത്. അപ്പോൾ അവരെങ്ങനെയാണ് പെട്ടെന്ന് ബാക്കി തരുന്നത് നിങ്ങൾക്ക്? അപ്പോൾ അവർ കണക്കൂട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയോ? 178 രൂപ ആയത്, നമുക്ക് 250 രൂപ നമ്മൾ കൊടുത്തു, 250 രൂപ കൊടുത്തു. അത് പ്രാക്ടിക്കലായിട്ടുള്ള 200 രൂപ ഉണ്ടെങ്കിൽ 200 കൊടുക്കും. 250 രൂപ കൊടുത്തു, 250 രൂപ കൊടുത്തു, 178 രൂപ എന്ത് ചെയ്യണം? എടുത്തിട്ട് ബാക്കി തരണം. അപ്പോൾ ഇങ്ങനെ ഒരു കേസാണെന്ന് വെച്ചോ. അപ്പോൾ ഇവരെങ്ങനെയായിരിക്കും ബാക്കി വരുന്നത്? ഇവർ 250 മൈനസ് 178 അല്ലേ ചെയ്യുന്നത്. 178ന്റെ കൂടെ എത്ര കൂട്ടിയാലും 250 വരുമെന്ന്. നമുക്ക് എപ്പോഴും കൂട്ടാനുള്ള കഴിവാണ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മുടെ മാത്സിന്റെ എക്സസൈസിൽ നമ്മൾ എപ്പോഴും ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ 178ന്റെ കൂടെ ആദ്യം എന്ത് ചെയ്യും? 2 കൂട്ടി 180 ആവും. പിന്നെ 20 കൂടെ കൂട്ടുമ്പോൾ എന്താവും? 200 ആവും. അപ്പോൾ 22 കൂട്ടുമ്പോൾ എന്താ? 200 ആയി. പിന്നെ 22ന്റെ കൂടെ 50 കൂടെ കൂട്ടണം. അതായത് 72 നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബാക്കി വരും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. 4,50,000 കൂടെ എത്ര കൂട്ടിയാൽ 6,25,000 ആവും. അപ്പൊ 4 ലക്ഷത്തിന്റെ കൂടെ 1 ലക്ഷം കൂട്ടിയാൽ 6 ലക്ഷം ആവും. പിന്നെ 25,000 കൂട്ടണം. 1 ലക്ഷത്തിനോട് 25,000 കൂട്ടുമ്പോൾ എത്ര വരും? 1,75,000. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഞാൻ വന്നിട്ട് ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേർക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ഈ ഡിഫറൻസ് കാണിച്ചത്. അതുകൊണ്ട് ആ ഫൗണ്ടേഷൻ, ഇപ്പൊ നിങ്ങൾക്ക് റെയിൽവേയുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആ ഫൗണ്ടേഷൻ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഡിഫറൻസ്, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് എല്ലാ ചാപ്റ്ററിലെയും ഫുൾ ചാപ്റ്ററിലെ ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കാണാവുന്നതാണ്, അത് കണ്ട് സെറ്റ് ആക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളും ഇതിലൂടെ പോകും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. പക്ഷെ അത് അത്യാവശ്യമാണ്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ബാക്കി ക്വസ്റ്റ്യൻസും ചെയ്യാം. അപ്പോൾ എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് വേണ്ടത്? നിങ്ങളുടെ എക്സാംസ്, റെയിൽവേയുടെ JEE എക്സാംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ മിക്സഡ് പ്രാക്ടീസ് ആണോ അതോ ചാപ്റ്റർ വൈസ് ആണോ വേണ്ടത്? ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്ക് വേണോ? അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കണ്ടിട്ട് 3 ഞാൻ പറഞ്ഞത് അതിലുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ, ഇപ്പോഴേ ഫോളോ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴത്തേക്കും മാത്സിന് ഫുൾ മാർക്കും വാങ്ങുന്ന, ഫുൾ മാർക്ക് വേറെ ഒന്നുമില്ല, ഫുൾ മാർക്കും അതും വിത്തിൻ ടൈമിൽ നിങ്ങൾ ചെയ്തു തീർക്കും. അതും ഏറ്റവും കുറഞ്ഞ ടൈമിൽ, ബാക്കിയുള്ളവരെക്കായും ഏറ്റവും കുറഞ്ഞ ടൈമിൽ ചെയ്തു തീർക്കുന്ന രീതിയിൽ നിങ്ങളെ സെറ്റാക്കും. പക്ഷെ അതിന് നിങ്ങളുടെ കൺസിസ്റ്റൻസിയും ഡെഡിക്കേഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക.
അത് മാത്രം ചെയ്താൽ മതി. ബാക്കി നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടെലിഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക. ഒരുപാട് സ്ഥലത്തുനിന്ന് പഠിക്കാതെ ഏതെങ്കിലും ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.